അംബ്രല്ല സ്റ്റിച്ചിങ് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ക്യാൻവാസ് ഒട്ടിക്കണം, എന്നിട്ട് വേണം നെക്ക് അടിക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഷോൾഡർ നടുക്കായിട്ട് മാർക്ക് ചെയ്യാം. നമ്മുടെ ഷോൾഡർ 14 ഇഞ്ചായിരുന്നു, അതിൻ്റെ പകുതി 7 ഇഞ്ചിൽ നമുക്ക് ആദ്യമേ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നെക്ക് വീതി 3 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് വേണം ഈ ക്യാൻവാസ് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്. കറക്റ്റ് ഇതിൻ്റെ ഈ അറ്റം ഈ പോയിൻറ്റിലും അതുപോലെ തന്നെ ഈ അറ്റം ഈ പോയിൻറ്റിലും കൊണ്ടുവച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ക്യാൻവാസ് നമ്മൾ ചുരിദാർ ടോപ്പിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ മിനുസോളിലെ ഭാഗം ഉണ്ടാവും. ആ ഭാഗം വേണം ചുരിദാറിൻ്റെ ടോപ്പിൽ വെക്കുവാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഒട്ടി കിട്ടുകയുള്ളൂ. നമുക്ക് ആദ്യമേ ഈ ഭാഗത്ത് ഒട്ടിക്കാം. ഇത് സിൽക്കിൻ്റെ തുണിയായതുകൊണ്ട് അയൺ ബോക്സ് വളരെ കുറച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തുണി കത്തിപ്പോവില്ല. പക്ഷേ സിൽക്ക് അതുപോലെ വളരെ പോളിക്കോട്ടൺ ഒക്കെ നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. നമ്മൾ ക്യാൻവാസ് നമ്മുടെ ചുരിദാറിൻ്റെ തുണിയിൽ ഒട്ടിച്ചു കഴിഞ്ഞു. വളരെ സൂക്ഷിച്ചാണ്, ഞാനിപ്പോൾ ഇത് സിൽക്ക് ആയതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് നേരെ ഇത് നെക്ക് അടിക്കാം. നമുക്ക് നെക്ക് അടിക്കുന്നതിന് മുൻപായിട്ട് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഒരു ബാക്ക് പീസിൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് തുണി നമുക്ക് പോരാതെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ അത് അടിച്ച് മാറ്റാം, എന്നിട്ട് നമുക്ക് നെക്ക് അടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് അടിച്ച് ആദ്യമേ മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ തന്നെ ഇത് ഷേപ്പ് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നെക്കെല്ലാം അടിച്ച് ഷേപ്പൊക്കെ ചെയ്ത് അവസാനമാണ് നമ്മളിതിൻ്റെ അടിവശം അടിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ഇത് ബാക്കിയുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ആദ്യമേ ഇതിങ്ങനെ നമുക്ക് അടിച്ചു വെക്കാം. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്ത തുണിയുടെ നല്ല വശവും തമ്മിൽ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് ആദ്യമേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റിച്ച് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം. അപ്പോൾ നമ്മൾ പതിച്ചടിച്ചെടുത്തു. ഇനി നമുക്ക് നേരെ ഈ വശത്തിൻ്റെ ഇതിങ്ങനെ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഒരേപോലെ വെട്ടിയെടുക്കാം. ഈ രണ്ടറ്റവും നമുക്കിതേപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് കൂടുതലുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാം. ഒരേപോലെ ആദ്യമേ നിങ്ങൾ ഒരേപോലെ ഈ ഭാഗം ഇങ്ങനെ കൂട്ടിയെടുക്കണം. കൈക്കുഴിയുടെ ഈ ഭാഗം ആദ്യമേ ഇങ്ങനെ ഒരേപോലെ കൂട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അവസാനം കൊണ്ടുവരണം. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അംബ്രല്ല സ്കേർട്ടിന് ഇത്രയും വീതി ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് വെട്ടാവുന്നതാണ്. നമ്മളൊന്നും കൂടി ഇത് അവസാനം ഒന്നും കൂടി നമ്മളിത് ഷേപ്പ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി തുണി വെട്ടിപ്പോകും. നമ്മളിപ്പോൾ ഇവിടെ കുറവ് തുണിയുണ്ടായത് അത് വെച്ച് കൊടുത്തു. ഇവിടെ കുറച്ച് തുണി കുറവായിരുന്നു, അതിപ്പോൾ നമ്മൾ കുറച്ച് തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തു. ഇതേപോലെ നമുക്ക് മറ്റു തുണി ഫ്രണ്ട് പീസിലും കുറച്ച് തുണി അവിടെ വെക്കാനുണ്ട്, അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തു. നമ്മളിതിപ്പോൾ അവസാനം ഒന്നുകൂടി ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ഇത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിപ്പോകും. ഇത്രയും ഭാഗം പുറത്ത് കാണില്ല. വളരെ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. നമുക്കിനി നെക്കടിക്കാം. നെക്കടിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഞാൻ ഈ വീഡിയോയിൽ ലൈനിങ് വെച്ചിട്ട് ക്യാൻവാസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ലൈനിങ് നിവർത്തിയിട്ടു. ലൈനിങ്ങിൻ്റെ
നല്ല വശം നിവർത്തിയിടാം. എന്നിട്ട് ചുരിദാറിൻ്റെ നല്ല വശവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. നല്ല വശം ലൈനിങ്ങിൻ്റെയും ചുരിദാർ ടോപ്പിൻ്റെയും നല്ല വശം യോജിപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ നേരെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ലൈനിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. തുണി കറക്റ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണം നെക്ക് അടിക്കാനായിട്ട്. അവസാനം വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. നമുക്കിനി ഈ നെക്ക് ആദ്യമേ 1/2 ഇഞ്ച് നീക്കി വെട്ടി മാറ്റാം. എന്നിട്ട് ഈ രണ്ടറ്റവും ഒന്ന് വെട്ടിക്കൊടുക്കാം. നമുക്കിത് മറിച്ച് കഴുത്തടിക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് നെക്ക് അടിക്കുമ്പോൾ നമുക്കിത് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് കഴുത്ത് നല്ല സ്റ്റിഫായിട്ട് കഴുത്ത് കിട്ടും. നമ്മൾ സ്റ്റിഫില്ലാണ്ട് തയ്ക്കുമ്പോഴാണ് പതിച്ചടിക്കുന്നത്. ആ ഒരു കറക്റ്റ് ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. ഇതിനിപ്പോൾ പതിച്ചടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് നേരെ നെക്കടിക്കാം. നമ്മുടെ സ്ക്വയർ നെക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞു. വളരെ നല്ല കയ്യിലത് കിട്ടത്തില്ല. കോട്ടൺ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഇത് സിൽക്കിൻ്റെ തുണി ആയതുകൊണ്ട് തെന്നി പോവും. അപ്പോൾ നമ്മുടെ കഴുത്ത് സ്ക്വയർ കഴുത്ത് വളരെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാൻവാസ് ഉപയോഗിച്ചത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കടിക്കാം. അപ്പോൾ നമുക്കിനി ബാക്ക് കഴുത്താണ് അടിക്കുന്നത്. നമ്മൾ ബാക്ക് കഴുത്ത് ഇതേപോലെ ഒന്ന് പതിച്ച് അടിക്കാം. കാര്യം നമ്മൾ ആ ഒരു ഭംഗി അതേപോലെ കഴുത്ത് നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പതിച്ചടിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടാൻ പോവുകയാണ്. ആദ്യമേ ഞാൻ ബാക്ക് പീസ് നിവർത്തിയിട്ടു. അതിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും കൂടി കൂട്ടുകയാണ്. എന്നിട്ട് ഈ ലൈനിങ് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് ഷോൾഡർ കൂട്ടുന്നത്. നമുക്ക് ഇപ്പോൾ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തുണി നമ്മൾ അതനുസരിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബാക്ക് കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വെട്ടാനായിട്ട്. കഴുത്ത് മലന്നു പോകാൻ വളരെ
ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ. ഇത് നമ്മൾ സാധാരണ ടോപ്പ് വെട്ടുന്നത് പോലെയല്ല അംബ്രല്ല കട്ടിങ്, ഇത് ക്രോസ് ആയിട്ടാണ് വെട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. നമുക്കിനി ഷോൾഡറിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് കഴുത്തും ഒന്ന് പുറത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഇതേപോലെ ബാക്കും അടിച്ചെടുത്തു. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് കൈയാണ്. കൈ നമ്മൾ ക്രോസ് പീസായിട്ടാണ് ഇവിടെ വെട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടിഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചീത്ത വശം, ഇത് നല്ല വശമാണ്. അപ്പോൾ ഈ രണ്ട് നല്ല വശം തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് ഈ ഭാഗം മാത്രം നമുക്ക് അടിച്ചെടുത്താൽ മതി. നമുക്കിതിൻ്റെ താഴത്തെ ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ മോൾ വശമാണ് അടിച്ചെടുക്കേണ്ടത്. ഞാൻ ആദ്യമേ അടിവശം എന്നായിരുന്നു പറഞ്ഞത്, എനിക്ക് തെറ്റിപ്പോയതാണ്. കൈയിൻ്റെ മുകൾ ഭാഗം ആണ് അടിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് കൈ അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ സ്റ്റിച്ചിങ് വരുന്നില്ല. ഇത് ക്രോസ് ആയതുകൊണ്ട് ഇതിങ്ങനെ കോണിപ്പായിട്ടായിരിക്കും കൈ ഇരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ കൈ വെച്ചാൽ മതി. അല്ലെങ്കിൽ സാധാരണ കൈ ആണെങ്കിൽ ഇതിൽ വെക്കാം. ഫുൾ സ്ലീവ് വെക്കാം, അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് വെക്കാം. പിന്നെ കുറച്ച് കൈ മതിയെങ്കിൽ അങ്ങനെ വെക്കാം. ക്രോസ് കൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഇത് വെക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് മറ്റേ കൈയും അടിച്ചെടുക്കാം. രണ്ട് കൈയും നമ്മൾ ഒരേപോലെ അടിച്ചെടുത്തു. രണ്ട് കൈൻ്റെ നടുക്കായിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം. വി പോലെ വെട്ടിക്കൊടുക്കാം. ഇതാണ് നമ്മൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടത്. നമുക്കിനി ഇവിടെ കൈ പിടിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് എടുക്കേണ്ടത്. നല്ല വശത്തിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ടും നല്ല വശം തന്നെയാണ് കൈയിൻ്റെ. നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ ക്രോസ് കൈ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ക്രോസ് കൈ. ഇതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ് വരുന്നില്ല. അപ്പോൾ തന്നെ ഇത് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഈ കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതിൻ്റെ താഴെ സ്റ്റിച്ച് വരാത്തത് കൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമുക്ക് ഇതേപോലെ അപ്പുറത്തെ കൈയും വെച്ചെടുക്കാം. രണ്ട് ഭാഗത്തും നമ്മൾ കൈ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് നേരെ കൈ വണ്ണം അടയാളപ്പെടുത്തി ഇത് തമ്മിൽ കൂട്ടാം. കൈ വണ്ണം അളക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് 9 താഴ്ഭാഗത്ത് 5 ഇഞ്ചുമാണ് കൈയുടെ വണ്ണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അത് അടയാളപ്പെടുത്തുകയാണ്. മുകൾ ഭാഗത്ത് 5, ഇവിടെ 5ഉം ഈ ഭാഗത്ത് 9ഉമാണ് കൈവണ്ണം. നമുക്കതിങ്ങനെ അളന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിത് ഒരടിപ്പടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്യുന്നത്.
ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ടോപ്പിൻ്റെ തുണി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ലൈനിങ് ഇങ്ങനെയുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരുമിച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. കാര്യം ലൈനിങ് തുണി ഈ അംബ്രല്ല കട്ടിങ്ങിൻ്റെ അത്രയും ലൈനിങ് തുണി നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അത്രയും വീതി കിട്ടില്ല. നമ്മൾ അടിഭാഗം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തത്. കാര്യം ഇതിപ്പോൾ ഇവിടെ തുണി ഇത്രയും നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അത് ലൈനിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കതിങ്ങനെ കൂട്ടി തയ്ക്കാം. അതുപോലെ തന്നെ ഇത് വേറെ സെപ്പറേഷനായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ പ്രഭാഗവും ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാം. നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഷേപ്പ് ഇറക്കം 13.5 ഇഞ്ചാണ്, അതുപോലെ ഷേപ്പ് വണ്ണം 15. അപ്പോൾ ആദ്യമേ നമുക്ക് ഷേപ്പ് ഇറക്കം രേഖപ്പെടുത്താം. 13.5 ഇഞ്ചാണ്. 13.5 ഇഞ്ചിൽ 15 ഷേപ്പ് വണ്ണം. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പും നമ്മൾ അളന്നു. നമുക്കിതിങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് നിർത്താം. എന്നിട്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ മീതെ ഈ ഒരു പോയിൻറ്റിൻ്റെ മീതെ കൂടി നമുക്ക് അടിച്ചെടുക്കാം. നെറ്റത്ത് കൊണ്ടുവന്ന് നിർത്താം. എന്നിട്ട് നമുക്ക് ആദ്യമേ ഈ 2 തുണിയും കൂടി ബാക്കിയുള്ളത് അടിയിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും വീതി ആവശ്യമില്ലെങ്കിൽ നമുക്കത് എത്രയാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗം താഴെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ വെച്ച പീസ് ഇത്രയും ഭാഗം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് പോയതുകൊണ്ട് ഇത്രയും ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ലൈനിങ്ങും ഇങ്ങനെ അടിച്ചെടുക്കാം. ഇത് ഉള്ളിലേക്ക് മാറ്റി ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ലൈനിങ്ങും അടിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ അപ്പുറത്തെ വശവും ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി അടിഭാഗം ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കാം. ലൈനിങ്ങിൻ്റെ അടി മടക്കി തയ്ക്കണം. ലൈനിങ് കറക്റ്റ് ലെവലിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ സൈഡും ലെവൽ ചെയ്യാം. നമുക്ക് അടി മടക്കി തയ്ക്കാം. ടോപ്പിൻ്റെ അടി മടക്കി തയ്ക്കാം. അടിഭാഗം മടക്കുമ്പോൾ ചെറുതായിട്ട് കോണിപ്പുണ്ടാവും. ഇത് ക്രോസ് പീസ് ആയതുകൊണ്ടാണ് നമ്മളപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ അറ്റം വരെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ലൈനിങ് അടിക്കാം. ലൈനിങ്ങിൻ്റെ അടിവശമാണ് ഇപ്പോൾ മടക്കി ഞാൻ തയ്ക്കുന്നത്. ലൈനിങ്ങിൻ്റെ അടിഭാഗവും നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ചുരിദാർ നിവർത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ അംബ്രല്ല സ്റ്റിച്ചിങ്
അവസാനിച്ചു. നമുക്ക് കഴുത്തിന് എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഫ്ലവറോ അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ഇഷ്ടമാണെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സാധാരണ അംബ്രല്ല കട്ടിങ്ങിൽ ചുരിദാറാണ് ഞാൻ കാണിച്ചത്. ഇനി ഫ്രില്ലുള്ള അംബ്രല്ല കട്ടിങ് ഉണ്ട്. പിന്നെ യോക്ക് വന്നിട്ട് താഴത്തേക്ക് വളരെ ലെയറിലുള്ള അംബ്രല്ല കട്ടിങ് ഉണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് ഞാനിപ്പോഴത്തെ നിവർത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ താഴത്തേക്ക് ഇട്ടൊന്ന് കാണിക്കുകയാണ്. അതായത് വളരെ അംബ്രല്ല കട്ടോട് കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ലെങ്ത്ത് വളരെയധികം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അംബ്രല്ല ചുരിദാർ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ കഴുത്താണ് വെച്ചത്. ഇനി വരുന്ന എൻ്റെ അംബ്രല്ല ചുരിദാർ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് നെക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അതായത് ഈ സൈഡിൽ ഇങ്ങനെ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.